വിനോദ് വിൽസൺ ഇന്നിപ്പോൾ ഓപ്പറേഷൻ ചാടുവാണ് BJP നടത്തുന്നത് ആരോപിച്ച് ആം ആദ്മി പാർട്ടി നടത്തിയ മാർച്ച് നമ്മൾ കണ്ടു. അവിടെ അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രസംഗവും നമ്മൾ കേട്ടു. പക്ഷേ ഒന്നുകൂടി നമ്മൾ കാണേണ്ടതും കേൾക്കേണ്ടതുമുണ്ടായിരുന്നു. അത് സ്വാതി മാലിവാൾ പറഞ്ഞ വാചകങ്ങളാണ്. സ്വാതി മാലിവാൾ, നിങ്ങൾ നടത്തിയ ആം ആദ്മി പാർട്ടി BJP ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ച് ഇരട്ടത്താപ്പാണ് എന്നാണ് പറഞ്ഞിട്ടും തീർന്നിട്ടില്ല. 12 വർഷങ്ങൾക്ക് മുമ്പ് നിർഭയയ്ക്ക് വേണ്ടി തെരുവിലിറങ്ങിയ അതേ ആളുകൾ തന്നെ ഇന്ന് ഈ തെളിവുകൾ നശിപ്പിക്കാൻ കൂട്ടുനിന്നൊരു പ്രതിക്ക് വേണ്ടി നിരത്തിലിറങ്ങിയ കാഴ്ച തന്നെ അത്ഭുതപ്പെടുത്തുന്നുവെന്നാണ് സ്വാതി മാലിവാൾ പറഞ്ഞത്. ഈ സ്വാതി മാലിവാളിൻ്റെ മർദ്ദനാരോപണത്തിൽ ആം ആദ്മി പാർട്ടി ഉണ്ടാക്കിയ തരംഗം കിട്ടുപോകുമോ വിനോദ് വിൽസൺ? ഒരിക്കലുമില്ല. ആ തരംഗം കെട്ടുപോകുന്ന സാഹചര്യം ഇവിടെയില്ല. പിന്നെ നിർഭയയ്ക്ക് വേണ്ടി ഇറങ്ങി അല്ലെങ്കിൽ നിർഭയയുടെ സാഹചര്യം ഒന്നും ഈ കേസിനകത്ത് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയോ കരുതുകയോ നാളിതുവരെയുള്ള തെളിവുകൾ വെച്ച് നമുക്ക് അങ്ങനെ വിശകലനം ചെയ്യാനോ സാധിക്കത്തില്ല. അതുകൊണ്ട് ഇവിടുത്തെ ഈ വിഷയത്തിൽ നമ്മൾ നോക്കേണ്ടത്, ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പൊളിറ്റിക്കൽ ബെനിഫിഷ്യറി ആർക്കാണ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബെനിഫിഷ്യറി ആരാണ് എന്നുള്ളതാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ BJP ഈ വിഷയം സ്കോർ ചെയ്യുന്നെങ്കിൽ, BJP ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് അവർ എത്തിക്കുന്നുവെങ്കിൽ അതിൻ്റെ പൊളിറ്റിക്കൽ ബെനിഫിറ്റ് കിട്ടുന്നത് BJPക്കാണ്. സ്വാതി മാലിവാളുമായി ബന്ധപ്പെട്ട ചില വീഡിയോസാണ് ഇന്നലെ അതിഷി അടക്കമുള്ളവർ പത്രസമ്മേളനം നടത്തി ട്വീറ്റ് ചെയ്ത് നമ്മുടെ മുമ്പിലുള്ള വീഡിയോ. ആ വീഡിയോയിൽ സ്വാതി മാലിവാൾ മോശമായി സംസാരിക്കുന്ന, മോശം ഭാഷയിൽ സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. മറ്റു വീഡിയോയിൽ അവർ വളരെ ദേഹത്തെ പരിക്കുകൾ ഉള്ള വീഡിയോ കണ്ടു. മറ്റൊന്ന് പറയുന്നത്, അവർ പറഞ്ഞത് അവർ ആരോപിച്ച അതേ മർദ്ദനത്തിന്റെ സാഹചര്യങ്ങൾ ഉള്ള മുറിവുകൾ ഈ നിമിഷം പുറത്തു വന്നിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടുകളിലില്ല. പിന്നെ അവരാദ്യം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസൻസിലാണ് സംഭവിച്ചത് എന്നുള്ളൊരു ആരോപണമുണ്ട്. പിന്നീട് അവരിൽ നിന്ന് പിന്മാറുകയാണ്. ഇതേ സ്വാതി മാലിവാളാണ് ഏതാണ്ട് മനുഷ്യാവകാശ അവിടുത്തെ ചെയർപേഴ്സൺ ആയിരുന്ന സമയത്ത് അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണർ അമിതമായ ഇടപെടലുകൾ നടത്തുന്നു, മനുഷ്യാവകാശ കമ്മീഷനെ പിരിച്ചുവിടത്തക്ക രീതിയിൽ അവിടെ 90 എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ജീവനക്കാരുള്ളതിൽ 80 പേരെ വനിതാ കമ്മീഷനിലെ പിരിച്ചുവിടാൻ ശ്രമിക്കുന്നു. വാർത്തകളൊക്കെ വളരെ അതിശക്തമായി BJPയെ കടന്നാക്രമിച്ചുകൊണ്ടും സ്വാതി മാലിവാളാണ് കേജ്രിവാൾ ജയിലിൽ പോയതിന് നിശബ്ദയാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പൊ ആ തരത്തിൽ രാഷ്ട്രീയപരമായ ഇവിടുത്തെ ബെനിഫിറ്റ് ആർക്കാണ് എന്നതാണ് ആദ്യം ഇതിൽ പരിശോധിക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയമായ ബെനിഫിറ്റ് ഇന്നിപ്പോൾ ആം ആദ്മി പാർട്ടിയെ നേരിടുന്ന BJPക്ക് തന്നെയാണ്. എന്റെ ചോദ്യവും അത് തന്നെയാണ്. ഒരു സ്ത്രീ വന്ന് തന്നെ ഒരു പാർട്ടി ഓഫീസിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് പരാതി നൽകിയാൽ അതിലൊരു പെൺകുട്ടിയെ മർദ്ദിച്ചതടക്കമുള്ള വകുപ്പുകൾ ചുമത്തുന്നു. ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം വിഭവ് കുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് പോലീസ് FIR ഇടുന്നു. അങ്ങനെ ഒരു FIR ഇട്ടാൽ ആം ആദ്മി പാർട്ടി ആർക്കൊപ്പം നിൽക്കും? ഇതേ ആരോപണം നിങ്ങൾ കർണാടകയിൽ ഉയർത്തുകയാണെങ്കിൽ പ്രജ്വൽ രേവണ്ണയുടെ വിവാദത്തിന്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയാണ്, ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒക്കെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്ത്രീ നൽകുന്ന പരാതിയുടെ രാഷ്ട്രീയ ബെനിഫിഷ്യറി നോക്കി നിലപാടെടുക്കാൻ സാധിക്കുക വിനോദ് വിൽസൺ? അങ്ങനെയല്ല ശ്രീ അരുൺ. ഇവിടെ സെക്ഷൻ 354 മാത്രമാണ്. അവിടെ സെക്ഷൽ അസോൾട്ടുകളൊന്നും ഇവിടെ ഇതുവരെ ആരോപിക്കപ്പെട്ടിട്ടില്ല. പ്രജ്വൽ രേവണ്ണയുടെ കേസ് അങ്ങനെയല്ല, അത്തരത്തിലൊരു കേസല്ല. അത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സെക്ഷൽ സ്കാമാണ് പ്രജ്വൽ രേവണ്ണയുടെ കേസ്. ആ കേസിലുണ്ടായ സാഹചര്യവും ഒന്നും ഇവിടെയില്ല. ഇവിടെ വിഭൽ കുമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹം പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പോൾ റിമാൻഡിലാണ്, കസ്റ്റഡിയിലാണ്. അന്വേഷണം നടക്കട്ടെ. ഒരു സ്ത്രീയെ ആക്രമിച്ച കേസിൽ പ്രതിക്ക് സംരക്ഷണം കൊടുക്കണം. പൊളിറ്റിക്കൽ പാർട്ടി എന്നതിന് രാഷ്ട്രീയപരമായ നിലപാടുകളുണ്ട്. പക്ഷേ കേസ് കോടതിയുടെ പരിഗണനയിലാണ്. കേസിനെ അന്വേഷിക്കട്ടെ. ഇത്രേ ഉള്ളൂ, വളരെ സ്ട്രെയിറ്റ് ആണ്. ഇപ്പോൾ സ്വാതി മാലിവാൾ ഒരു പരാതി നൽകുന്നു. ആ പരാതി ആദ്യം സിവിൽ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഓഫീസർക്ക് ലഭിക്കുന്നില്ല. പിന്നീട് ആ പരാതി ലഭിച്ചതിന് ശേഷം ഒരു നടപടി എടുക്കുമ്പോൾ ആം ആദ്മി പാർട്ടി തെരുവിലിറങ്ങുന്നത് എന്തിനാണ്? ആ വിഭവ് കുമാറിന് വേണ്ടി അല്ല. ആം ആദ്മി പാർട്ടി വിഭവ് കുമാറിന് വേണ്ടിയാണ് തെരുവിലിറങ്ങിയത്. ആരാണ് അരുൺകുമാറോട് പറഞ്ഞത്? അങ്ങനെയല്ലോ. അദ്ദേഹം കേജ്രിവാൾ, അതായത് കേജ്രിവാളിന്റെ അറസ്റ്റ്, മറ്റൊരു നേതാവിനെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ ഭയക്കുന്നത് രാഘവ് ചന്ദ എത്തിയാൽ അറസ്റ്റ് ചെയ്യും എന്ന് നിങ്ങൾ ഭയക്കുന്നു. പക്ഷെ രാഘവ് ചന്ദ എത്തട്ടെ, അപ്പോൾ അറസ്റ്റ് ചെയ്യുമ്പോൾ പ്രതികരിക്കാം. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്, ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വിഭവ് കുമാർ. അതാ ഞാൻ പറഞ്ഞേ. ഇവിടെ നമ്മൾ നോക്കണം, നീതി നിയമം ഒരുപോലെ വേണ്ടേ? നിങ്ങൾ നോക്കൂ, നമുക്കറിയാം, നമുക്ക് മറ്റൊരു കേസും കൂടെ സമാനമായി ചർച്ച ചെയ്തുകൊണ്ട് വേണം ഈ വിഷയം അവതരിപ്പിക്കാൻ. നമുക്കറിയാം, ഇന്ത്യ കണ്ട ഇന്ത്യക്ക് അഭിമാന താരമായ സാക്ഷി മാലിക് എന്ന് പറയുന്ന ഇന്ത്യൻ റെസ്ലിംഗ് ഒളിമ്പിക് മെഡലിസ്റ്റായ വ്യക്തി ഇത്തരം സെക്ഷൽ ആരോപണം ആൾക്കാർ ഉന്നയിച്ചു. അന്നത്തെ ഗുസ്തി ഫെഡറേഷന്റെ ചെയർമാനായിട്ടുള്ള ബ്രിജ്ഭൂഷണെതിരെ ഉന്നയിക്കുകയും ഈ ഡൽഹി പോലീസിൽ കേസ് കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അത് ഡൽഹി പോലീസ് FIR ഇട്ടത് മാത്രമല്ല, ഈ പറയുന്ന വ്യക്തികൾ, ഈ പറയുന്ന വിക്ടിംസ് സുപ്രീം കോടതിയിൽ പോയി ഈ കേസിൽ FIR ഇടണമെന്ന്
പറഞ്ഞപ്പോൾ അന്ന് സുപ്രീം കോടതിയിൽ സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞത് പോലീസ് അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ, അന്വേഷണം നടന്ന് അതിനകത്ത് കാര്യക്ഷമമായ അന്വേഷണം നടന്ന് തെളിവുകൾ കിട്ടിയതിനു ശേഷം അറസ്റ്റിലേക്ക് പോകാം. ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ ഒരു ആരോപണം വന്നു, നമുക്കറിയാം നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. ആരോപണം വന്നു, ആരോപണത്തിന് പേർത്ത് അവർ മൊഴിയെടുത്ത്. ആദ്യം നമുക്കറിയാം ഈ കേസ് ഈ വാർത്ത വരുമ്പോൾ നമ്മൾ എന്താ കണ്ട, സ്വാതി മലിവാൾ പോലീസ് നേരിട്ട് മൊഴി കൊടുത്തിരുന്നില്ല. BJP ഹെഡ്ക്വാർട്ടറിലേക്ക് മാർച്ച് നടത്താനിടയ സാഹചര്യം എന്താ? ഇത് ഇന്നലെ മെനഞ്ഞാന്ന് വളരെ ശക്തമായി തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം വളരെ പെട്ടെന്ന് ദില്ലിയിലേക്ക് ഡിഫൻസിലേക്ക് മാറുന്നു. അതിനൊറ്റ കാരണമേ ഉള്ളൂ, സ്വാതി മലിവാൾ നൽകിയ പരാതി. അതിന്മേലുള്ള രാഷ്ട്രീയ അത് രാഷ്ട്രീയ ഡിഫൻസിലേക്കല്ലത്. രാഷ്ട്രീയപരമായ പ്രചരണങ്ങൾ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി കേജ്രിവാൾ നടത്തുന്നതിനൊപ്പം ഡൽഹിയിൽ ഗവൺമെന്റിനെയും ആം ആദ്മി പാർട്ടിയും നശിപ്പിക്കുന്നതിന് കപ്പം വാങ്ങിച്ചവർക്ക് വേണ്ടി അല്ലെങ്കിൽ കപ്പം വാങ്ങിച്ച് അതിനെ പ്രവർത്തിക്കുന്നവരെ തുറന്നു കാട്ടാൻ രാഷ്ട്രീയ സാഹചര്യവും പാർട്ടി നടത്തേണ്ടത്. നിയമ പോരാട്ടത്തിനൊപ്പം ഇതൊരു രാഷ്ട്രീയ പാർട്ടി കൂടെയല്ലേ. അണികൾക്ക് ഈ പറയുന്ന BJP-യുടെ കപ്പം വാങ്ങിയിട്ടുണ്ടെന്നോ BJP-യുടെ ഒരു ഡീലിനെ ഭയക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ BJP-യുടെ നീക്കത്തെ ഭയക്കുന്നുണ്ടെന്നോ വേറെ ആരും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്, ഒരു സ്ത്രീ ഒരു പരാതി നൽകുന്നു, ആ പരാതി കേസിൽ പോരാടിയ സംഘങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്നു എന്നതാണ് സ്വാതി മലിവാൾ പറയുന്നത്. അത് സ്വാതി മലിവാളിന്റെ ആരോപണമല്ലേ? അവർക്ക് അങ്ങനെ ആരോപിക്കാമല്ലോ, അവർ കേസിലെ വിക്ടിം അല്ലേ? ഞാൻ പറഞ്ഞു BJP ആണ് ഇവിടുത്തെ പൊളിറ്റിക്കൽ ബെനിഫിറ്റ് ഉള്ളത്. അതുകൊണ്ട് ഇത് ആർക്ക് വേണ്ടി ഒരു സ്ത്രീ തന്നെ ഫിസിക്കലി അസോൾട്ട് ചെയ്തു എന്നതിന്റെ പേരിൽ തന്റെ മാറിടത്തിൽ, തന്റെ നാഭിയിൽ, തന്റെ വയറ്റിൽ മർദ്ദിച്ചു എന്ന് ഒരു ആരോപണം ഉന്നയിച്ചൊരു പരാതി നൽകിയാൽ പോലീസ് കേസെടുക്കണ്ടേ? അതല്ലേ ആം ആദ്മി പാർട്ടിയുടെ നിലപാട്. അങ്ങനെ കേസെടുത്തപ്പോൾ നോക്കൂ, അധികാരത്തിൽ ഇരിക്കാൻ താല്പര്യമില്ലാത്ത കെജ്രിവാൾ തന്റെ മന്ത്രിസഭയിൽ നിന്നൊരാളെ അഴിമതി കുറ്റത്തിന്റെ പേരിൽ പുറത്താക്കിയാണ് അരവിന്ദ് കെജ്രിവാൾ. PA വിഭവകുമാറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പിന്നീട് എന്തിനാണ് ഈ ഓപ്പറേഷൻ ഝാഡുവിനെതിരെയുള്ള ഈ പ്രതിഷേധം വരുന്നത്? മറ്റാരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ, വിഭവകുമാറിനെ മാത്രമല്ലേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അയാൾ അറസ്റ്റ് ചെയ്യണ്ടേ? വിഭവകുമാറിന് വേണ്ടിയോ? അതെ, വിഭവകുമാറിന് വേണ്ടിയുള്ള രാഷ്ട്രീയ സാഹചര്യത്തിന്റെ മാർച്ച് ആയിരുന്നു എന്ന് കേജ്രിവാൾ ഇന്ന് പറഞ്ഞു. എനിക്കറിയില്ല, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് കാലങ്ങളായി, കഴിഞ്ഞ കുറെ നാളുകളായി ആം ആദ്മിയെ രാഷ്ട്രീയപരമായി വേട്ടയാടുന്നു, അതിനെതിരെയുള്ള പ്രതിരോധം തീർക്കുക പാർട്ടിയുടെ കടമയാണ്, അത്തരത്തിലുള്ള രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇത് എന്നാണ് കൃത്യമായി പാർട്ടി മുമ്പോട്ട് വെക്കുന്നത്. അതാണ് ഇന്നലെ അതിഷിയും പറഞ്ഞത്. വിമർശനവും ആം ആദ്മി പാർട്ടിയുടെ ഇപ്പോൾ അല്പം ഉയർന്നിരിക്കുന്ന പ്രതിച്ഛായയെ കെടുത്തുന്നില്ല എന്നാണോ വിനോദ് പറയുന്നത്? അത് ഞാൻ പറഞ്ഞു, ആ തരത്തിൽ ചിന്തിച്ചാൽ. പക്ഷെ ഞങ്ങൾ അത്തരത്തിൽ ചിന്തിക്കുന്നില്ല. കാരണം അത് തന്നെയാണ് കേജ്രിവാൾ പറഞ്ഞത്, രാഷ്ട്രീയപരമായി പാർട്ടി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിന്റെ പല രസക്കൂട്ടുകൾ ഇവർ ആവിഷ്കരിക്കുന്നുണ്ട്. അതാണ് ഒരു അഴിമതി ചിത്രീകരിച്ചുകൊണ്ട് വന്നു. അതിൽ Debate with Arun Kumar.